2026 RRB NTPC പരീക്ഷയുടെ എക്സാമിനേഷൻ ഡേറ്റ് ഇതാ വന്നിരിക്കുകയാണ്. റെയിൽവേ ഔദ്യോഗികമായിട്ട് തന്നെ അവരുടെ നോട്ടിഫിക്കേഷൻസിലൂടെ നമുക്ക് വേണ്ട സൂചനകളെല്ലാം നൽകിയിട്ടുണ്ട്. എപ്പോഴാണ് RRB NTPC പരീക്ഷ 2026 നടക്കാനായിട്ട് പോകുന്നതെന്ന്. മക്കളെ, ഇവിടെ നോക്കിക്കേടാ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ നമ്മുടെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പരീക്ഷയുടെ എക്സാമിനേഷൻ ഡേറ്റ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പരീക്ഷ എപ്പോൾ നടക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ ഫെബ്രുവരി 16 തീയതി മുതൽ 18 തീയതി വരെ നടക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മളുടെ NTPC പരീക്ഷയ്ക്ക് മുന്നോടിയായിട്ട് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻസിന്റെ എല്ലാം എക്സാമിനേഷൻ ഡേറ്റുകൾ റെയിൽവേ ഔദ്യോഗികമായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി അടുത്ത എക്സാമിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മുടെ ടെക്നീഷ്യൻ പരീക്ഷ CEN 02/2025 ടെക്നീഷ്യൻ പരീക്ഷയുടെ എക്സാമിനേഷൻ ഡേറ്റ് എന്നാണ് ഈ പറഞ്ഞിരിക്കുന്ന മാർച്ച് 5 തീയതി മുതൽ 9 തീയതി വരെ നടക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കിനി അടുത്തൊരു പരീക്ഷ നോക്കാം. അടുത്ത പരീക്ഷ നമ്മുടെ പാരാമെഡിക്കൽ പരീക്ഷയാണ്. പാരാമെഡിക്കലിന്റെ പരീക്ഷ എപ്പോഴാണ്? മാർച്ച് 10 തീയതി മുതൽ 12 തീയതി വരെ നടക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത പരീക്ഷ നമ്മുടെ സെക്ഷൻ കൺട്രോളർ എടുത്തു കഴിഞ്ഞാൽ എപ്പോഴാണ്? ഫെബ്രുവരി 11 തീയതി മുതൽ 12 തീയതി വരെ നടക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത ഒരു പരീക്ഷ നമ്മുടെ ജൂനിയർ എഞ്ചിനീയർ പരീക്ഷ, RRBയുടെ ജൂനിയർ എഞ്ചിനീയർ പരീക്ഷ എപ്പോൾ നടക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫെബ്രുവരി 19, 20 കൂടാതെ മാർച്ച് 3 തീയതി എന്നീ ഡേറ്റുകളിൽ നടക്കുമെന്ന് കൃത്യമായിട്ട് റെയിൽവേ നോട്ടീസ് വഴി അവരുടെ സൈറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി എന്തേ ഉള്ളൂ? നമ്മുടെ RRB NTPC ഗ്രാജുവേറ്റ് ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റ് പരീക്ഷകളുടെ എക്സാമിനേഷൻ ഡേറ്റ് കൂടിയേ വരാനുള്ളൂ. ആസ് യൂഷ്വൽ റെയിൽവേയുടെ ഒരു കലണ്ടർ പ്രകാരം ഇതും കൃത്യമായിട്ട് തന്നെ നടക്കും. അപ്പൊ പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? NTPC പരീക്ഷ ഓഗസ്റ്റ് ആവും വരാനായിട്ട്. മക്കളെ, ഒരു കാരണവശാലും ഇത് ഓഗസ്റ്റ് വരെ നീളേണ്ട ഒരു ആവശ്യം നിലവിലെ ഒരു സാഹചര്യത്തിൽ ഇല്ല. ഓഗസ്റ്റ് വരെ ഈ ഒരു പരീക്ഷ നീളേണ്ട ഒരു ആവശ്യമില്ല. കാരണം റെയിൽവേയുടെ കലണ്ടർ പ്രകാരം കൃത്യമായിട്ടാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ NTPC പരീക്ഷകളുടെ എക്സാമിനേഷന്റെ പാറ്റേൺ, അതായത് ആ ഒരു ഷെഡ്യൂളും ചെയ്ത സമയത്ത് തന്നെ ഇത്തവണത്തെയും NTPC പരീക്ഷ നടക്കാനുള്ള സാധ്യതയുണ്ട്. ഇതാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. കഴിഞ്ഞ NTPC പരീക്ഷയുടെ എക്സാമിനേഷൻ ഷെഡ്യൂൾ നോക്കിയിരിക്കുക. നമുക്ക് സെപ്റ്റംബറിലായിരുന്നു ഗ്രാജുവേറ്റ് ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റ് പരീക്ഷകളുടെ കഴിഞ്ഞ NTPC പരീക്ഷകളുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നേക്കുന്നത്. ഇതിന്റെ എക്സാമിനേഷൻ ഡേറ്റ് നോക്കിക്കേടാ. ഗ്രാജുവേറ്റ് പരീക്ഷ നോക്കുകയാണെങ്കിൽ അതിന്റെ CBT 1 നടന്നത് ജൂൺ മാസത്തിലായിട്ടാണ്. അതിന്റെ CBT 2 നടന്നത് ഒക്ടോബർ മാസത്തിലായിരുന്നു. CBT 2ന്റെ റിസൾട്ട് ഡിസംബർ 15 വന്നു. CBAT ഡിസംബർ 28 അപ്പോൾ ഈ ഒരു രീതിക്കായിരുന്നു കഴിഞ്ഞ NTPCയുടെ ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷ. അതായത് നമ്മളിപ്പോ ഒരു മാസം മുന്നേ നടന്നിരിക്കുന്ന പരീക്ഷകളുടെ കാര്യങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അണ്ടർ ഗ്രാജുവേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓഗസ്റ്റിലായിരുന്നു CBT 1 നടന്നത്. അതായത് ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷയായിരിക്കും സ്വാഭാവികമായിട്ടും ആദ്യം നടക്കാനായിട്ട് പോകുന്നത്. അതിനുശേഷമായിരിക്കും അണ്ടർ ഗ്രാജുവേറ്റ് പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഓഗസ്റ്റ് അണ്ടർ ഗ്രാജുവേറ്റ് പരീക്ഷയുടെ CBT 1 നടന്നു. CBT 2 എപ്പോഴായിരുന്നു? ഈ കഴിഞ്ഞ ഡിസംബർ 20 മുതലായിരുന്നു ഈ പറഞ്ഞതുപോലെ തന്നെ CBT 2 നടന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്? ജൂൺ മാസത്തിൽ തന്നെ, അതായത് മെയ് ലാസ്റ്റ് ഒക്കെയാണ് പറയുന്നത്, ചിലപ്പോൾ മെയ് ലാസ്റ്റ് വന്നില്ലെങ്കിൽ കൂടെ ജൂൺ മാസത്തിൽ നമുക്ക് എന്ത് ഉറപ്പിക്കാനായിട്ട് പറ്റും? RRB NTPC ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷ നടക്കുമെന്ന് ഉറപ്പിക്കാനായിട്ട് പറ്റും. ജൂലൈ മാസങ്ങളിലായിട്ട് നമുക്ക് അണ്ടർ ഗ്രാജുവേറ്റ് പരീക്ഷയും ഉറപ്പിക്കാനായിട്ട് പറ്റും. അപ്പോൾ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, അതായത് അണ്ടർ ഗ്രാജുവേറ്റിലൊക്കെ പോവുകയാണെങ്കിൽ വേണമെങ്കിൽ ഓഗസ്റ്റ് ആദ്യമൊക്കെ ആയിരിക്കും ഏതെങ്കിലും എക്സാമിനേഷൻ ഡേറ്റ് അണ്ടർ ഗ്രാജുവേറ്റ് പരീക്ഷയുടെ മാത്രം വരാനായിട്ട് പോകുന്നത്. പക്ഷെ ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷ നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും. ഈ പറയുന്ന ജൂൺ മാസത്തിൽ എന്തായാലും ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷ നടന്നിരിക്കും. ഉറപ്പുള്ള കാര്യമാണ്. അപ്പൊ ഇനി നമ്മുടെ മുന്നിൽ എത്ര സമയം ബാക്കി ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത്. പലരും വിചാരിച്ചു വെച്ചേക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഒരു 6-7 മാസം കൂടി ഉണ്ടല്ലോ, എനിക്ക് പഠിച്ചെടുക്കാവുന്ന സമയം ഉണ്ടല്ലോ. എന്നാൽ ആ ഉണ്ടല്ലോ തെറ്റാണ്. സമയമില്ല എന്നതാണ് സത്യം. നിങ്ങൾ NTPC പരീക്ഷയുടെ സിലബസ് കണ്ടിട്ടില്ലേ? നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഏകദേശം 8000-ലധികം വേക്കൻസീസ് എവിടെയുണ്ട്? ഈ പറയുന്ന 2 RRB ഗ്രാജുവേറ്റ് ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകളിലായിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന RRB അനുസരിച്ച് ഈ വേക്കൻസി മാറും. അപ്പൊ നിങ്ങൾ അതൊന്ന് ആലോചിക്കുക, എന്തുമാത്രം ടഫ് കോമ്പറ്റീഷൻ ആണുള്ളത്. നിങ്ങൾ ഈ പരീക്ഷയുടെ സിലബസ് കൃത്യമായിട്ട് കണ്ടിട്ടുണ്ടല്ലോ. നമുക്ക് ഈ ഗ്രാജുവേറ്റ് ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റ് ഏതെങ്കിലും ഒരു പരീക്ഷ, ഭൂരിഭാഗം പേരും ഈ പറയുന്ന 2 പരീക്ഷകളിൽ അപ്ലൈ ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഈ പറയുന്ന 2-ൽ ഏതെങ്കിലും ഒരു പരീക്ഷ ക്രാക്ക് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ എന്തുമാത്രം എഫേർട്ട് ഇടണമെന്നുള്ളത് അതിന്റെ സിലബസ് നോക്കിയാലോ അതിന്റെ വേക്കൻസി നോക്കിയാലോ നിങ്ങൾക്ക് മനസ്സിലാവും. അവസരമുണ്ട്, ശരിയാണ്, നമുക്ക് എല്ലാവർക്കും ഈ ഒരു ജോലിയിലേക്ക് എത്താനുള്ള അവസരമുണ്ട്. പക്ഷെ അതിനനുസരിച്ചുള്ള പ്രയത്നവും എഫേർട്ടും എടുത്തു തുടങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. കാരണം ഇനി കണ്ണടച്ച് തുറക്കും മുമ്പേ ആയിരിക്കും നിങ്ങളുടെ പരീക്ഷ വരാനായിട്ട് പോകുന്നത്. നിങ്ങൾ ഇപ്പൊ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ എക്സാമിനേഷൻ ഡേറ്റ് ആവുന്നത് വരെ നിങ്ങൾ സമയം പോകുന്നത് പോലും അറിയാൻ പോകുന്നില്ല. കാരണം അതിനും മാത്രം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, നിങ്ങൾക്ക് സമയം മാറ്റി വെക്കാനുണ്ട്. ഓരോ ദിവസവും ആ പഠനത്തിന് വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇനി എക്സാമിനേഷൻ ഡേറ്റ് ആവുമ്പോൾ മാത്രമേ എക്സാമിനേഷൻ എത്തി എന്ന് പറഞ്ഞ് നമുക്കൊരു കണ്ണ് തുറക്കാനായിട്ട് പറ്റുള്ളൂ. അതുവരെ നിങ്ങൾ ഫുൾ കംപ്ലീറ്റ്ലി ബിസി ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
അപ്പൊ മക്കളെ നിങ്ങളുടെ പഠനം ഇപ്പോഴേ തന്നെ ആരംഭിച്ചോ, നല്ല അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങിയാൽ മാത്രമേ ഈ ഒരു പരീക്ഷ കിട്ടുള്ളൂ. പലരും റെയിൽവേയുടെ ഒരു പരീക്ഷ വന്നു, NTPC അപ്ലൈ ചെയ്തില്ല എന്നും പറഞ്ഞ് ചോദ്യങ്ങൾ പേടിച്ചിട്ട് വരെ അപ്ലൈ ചെയ്തവരെ എനിക്കറിയാം. അങ്ങനെ വെറുതെ എന്തിനാണ് അപ്ലൈ ചെയ്ത് ആപ്ലിക്കേഷൻ ഫീസ് കളയുന്നത്? നിങ്ങൾ ഒരു അറ്റംപ്റ്റ് ആയിട്ട് വെറുതെ ഇതിനെ കാണരുത്. നിങ്ങൾ എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ വേണ്ടി, അതായത് നിങ്ങൾക്ക് ജോലി കിട്ടാൻ വേണ്ടി തന്നെ പഠിക്കുക. അതല്ലാതെ ഇല്ലെങ്കിൽ വെറുതെ അപ്ലൈ ചെയ്തുകൊണ്ട് ഒരു എക്സ്പീരിയൻസും കിട്ടാൻ പോകുന്നില്ല. ചുമ്മാ പറയുന്നതാണ് എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞ എക്സ്പീരിയൻസ് ആണ്. എക്സാമിനേഷൻ എഴുതുന്ന ഒരു എക്സ്പീരിയൻസ് അല്ല. നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്ത് നോക്കിയാലും അത് എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ ഈ ഒരു എക്സാമിനേഷൻ പഠിച്ച് ക്രാക്ക് ചെയ്ത് ഒരു ജോലി നേടണമെന്ന് നിങ്ങളുടെ മനസ്സിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഇതാ നമുക്ക് സൂപ്പർ നോട്ട്സിന്റെ ഒരു കിടിലൻ RRB NTPC ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു അടിപൊളി ബാച്ച് ആയിരിക്കും. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നിങ്ങളുടെ റെയിൽവേയുടെ കലണ്ടർ എല്ലാവരും കണ്ടിട്ടുണ്ടാവല്ലോ. നിങ്ങൾ എല്ലാവരും ഈ റെയിൽവേയുടെ കലണ്ടർ കണ്ടിട്ടുണ്ടാവല്ലോ. റെയിൽവേയുടെ കലണ്ടറിൽ എന്താ പറഞ്ഞേക്കുന്നത്? അടുത്ത NTPC പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ എപ്പോൾ വരുമെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിൽ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് സെപ്റ്റംബറിന് മുന്നേ ആയിട്ട് എന്തായാലും ഈ പറയുന്ന ഗ്രാജുവേറ്റ് ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റ് പരീക്ഷകളുടെ CBT 1 പരീക്ഷ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും റെയിൽവേ. അപ്പോൾ ജൂൺ ജൂലൈ ഓഗസ്റ്റ്, അതായത് അണ്ടർ ഗ്രാജുവേറ്റ് പരീക്ഷയാണ് ചിലപ്പോൾ ഓഗസ്റ്റ് ആദ്യം വരെയൊക്കെ പോയേക്കാം. അത് മാക്സിമം ആണ്. അതിന് മുകളിൽ എന്തായാലും പോയില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഉറപ്പായില്ലേ? പ്രത്യേകിച്ച് ഡൗട്ടും കാര്യങ്ങളൊന്നുമില്ലല്ലോ. അപ്പൊ നിങ്ങൾ ഇതുപോലെ തന്നെ പഠിക്കും എന്ന് ഉറപ്പിച്ചൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ മക്കളെ ഇതാ നമുക്ക് RRBയുടെ ഒരു കിടിലൻ NTPCയുടെ തേജസ് ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇതൊരു ഓൺലൈൻ സബ്സ്ക്രിപ്ഷൻ ആണല്ലോ, എന്തായാലും ഞാൻ ഒരു എക്സാമിനേഷൻ രജിസ്റ്റർ ചെയ്തല്ലേ, ഒരു ഓൺലൈൻ സബ്സ്ക്രിപ്ഷൻ എടുത്ത് ഇട്ടേക്കാം എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ആരും ഈ ബാച്ചിൽ ലോഞ്ച് ചെയ്യേണ്ട. കാരണം ലിമിറ്റഡ് സീറ്റ്സ് മാത്രമുള്ള ബാച്ചാണ്. നമുക്ക് ഈ മാസം ജനുവരി 15-ാം തീയതി ഈ ഒരു ബാച്ച് ഓപ്പൺ ആവുന്നതാണ്. ഡയറക്ട്ലി ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടുന്ന ഒരു അടിപൊളി അവസരമാണ് ഈ ഒരു തേജസ് ബാച്ചിലൂടെ. കൂടാതെ നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ചാർട്ട് ചെയ്ത ഒരു പ്ലാൻ തരും. അതായത് നിങ്ങൾക്കൊരു പ്രോപ്പർ സ്റ്റഡി പ്ലാൻ ഉണ്ടാവും. ഇന്ന ദിവസം ഇന്ന ക്ലാസ് കാണണം, ഇത്ര ടോപ്പിക് പഠിച്ചിരിക്കണം. അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ എനിക്ക് പറ്റും എന്ന് ഉറപ്പുള്ളവർ മാത്രം ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പോൾ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് നിങ്ങളുടെ പ്ലാൻ അറേഞ്ച് ചെയ്ത് തരാനായിട്ട് പറ്റും, മെന്റർഷിപ്പ് സെഷൻ അറേഞ്ച് ചെയ്ത് തരാനായിട്ട് പറ്റും, നിങ്ങൾക്ക് മറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് അറേഞ്ച് ചെയ്ത് തരാനായിട്ട് പറ്റും. അതല്ലാതെ എനിക്ക് എൻ്റെ സൗകര്യത്തിന് ഇഷ്ടമുള്ള സമയത്ത് ഏതെങ്കിലും 1-2 ക്ലാസ് കണ്ടിട്ട് ഞാൻ പഠിച്ചോളാം, സെറ്റ് ചെയ്തോളാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ആ ഒരു രീതി ഇവിടെ പോസിബിളേ അല്ല. കാരണം നിങ്ങൾക്ക് ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളുടെ ഒരു പ്ലാൻ നിങ്ങൾക്ക് നേരത്തെ തന്നെ തന്നിട്ടുണ്ടാവും. അതനുസരിച്ച് മുന്നോട്ട് പോയാൽ മക്കളെ ഈ പറയുന്ന NTPC പരീക്ഷ എന്ന് പറഞ്ഞാൽ ഈസിലി നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. കാരണം പ്രോപ്പർ ആയിട്ട് സിലബസ് കവർ ചെയ്തിട്ടുണ്ടാവും. മാക്സിമം പെട്ടെന്ന് തന്നെ ഈ ഒരു സിലബസ് കവർ ചെയ്തതിന് ശേഷം വേണം നമുക്ക് മോക്ക് ടെസ്റ്റുകൾ, PYQ സീരീസ്, റിവിഷൻ ക്ലാസ്സുകളൊക്കെ തുടങ്ങാൻ. അതല്ലാതെ നിങ്ങൾ പഠിച്ച് തീർത്തു എക്സാമിന് മുന്നേ എന്നതുകൊണ്ട് മാത്രം ഒരു കാരണവശാലും നിങ്ങൾ ഈ ഒരു NTPC പരീക്ഷ ക്രാക്ക് ചെയ്യാനായിട്ട് പോകുന്നില്ല. നിങ്ങൾ ഈ പറഞ്ഞ പരിപാടികളെല്ലാം എടുക്കേണ്ടി വരും. സോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന NTPC പരീക്ഷ എന്ന് പറയുന്ന ഒരു യാത്രയിലേക്ക് ഓരോ പോയിന്റും കൃത്യമായിട്ടും വ്യക്തമായിട്ടും ചാർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഉള്ള ബാച്ച് ആയിരിക്കും ഇത്. അപ്പോൾ ഈ ഒരു ബാച്ചിൽ ഭാഗമാകാനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തേക്കുക. അതല്ലെങ്കിൽ ഈ നമ്പറിലൊന്ന് നിങ്ങളെ കോൺടാക്ട് ചെയ്തോളാം. നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ തന്നെ ഫ്രീ ആയിട്ടുള്ള ഡെമോ ക്ലാസ്, ഞങ്ങളുടെ നോട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അതൊക്കെ കണ്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്താൽ മതി. നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ തന്നെ മനസ്സിലാവും കഴിഞ്ഞ NTPC CBT 1 and 2 പരീക്ഷയ്ക്ക് എത്ര പേരാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ക്രാക്ക് ചെയ്ത് പോയിരിക്കുന്നതെന്ന്. അപ്പോൾ ഇതുപോലെ തന്നെ പ്ലാൻ ഇട്ട് പഠിക്കുക. അതല്ലാതെ നിങ്ങളൊരു ഓൺലൈൻ സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിയുമ്പോൾ അതിൽ റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്താണ് കാര്യമുള്ളത്? ഒരു കാര്യവുമില്ല. നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് പ്രിന്റ് എടുത്ത് പഠിക്കാൻ പറ്റുന്ന നോട്ടുകളും ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള സ്റ്റുഡിയോ റെക്കോർഡഡ് ക്ലാസ്സസും ഗ്യാരണ്ടീഡ് ആണ്. നിങ്ങൾക്ക് അത് പ്രിന്റ് എടുത്ത് തന്നെ പഠിക്കാം. അതല്ലാതെ നിങ്ങൾക്ക് മറ്റ് ഓൺലൈൻ സബ്സ്ക്രിപ്ഷൻസിലൊക്കെ തരുന്ന പോലെ തന്നെ ടീച്ചേഴ്സിന്റെ PPT നോട്ടായിട്ട് എടുത്ത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല അടിപൊളി ഇമേജ് ഒക്കെ വെച്ചിട്ടുള്ള പക്ക പ്രോപ്പർ നോട്ടുകൾ ഇംഗ്ലീഷ് ആൻഡ് മലയാളത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ആ കാര്യത്തിലും ആർക്കും പേടിയൊന്നും വേണ്ട. നിങ്ങൾക്ക് പഠിച്ചാൽ മാത്രം മതി, മറ്റൊന്നും വേണ്ട. മറ്റു കാര്യങ്ങളൊക്കെ ഞങ്ങൾ തന്നെ നോക്കിക്കോളാം. അപ്പോൾ മക്കളെ, ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്തോളൂ. ആ ഒരു തീരുമാനം എടുത്തിട്ടുള്ളവരാണെങ്കിൽ ജനുവരി 15 മുന്നേ തന്നെ കോൺടാക്ട് ചെയ്യുക. കാരണം ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ NTPC എന്ന് പറഞ്ഞൊരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പഠനം എത്രയും പെട്ടെന്ന് തന്നെ ആരംഭിച്ചോളൂ. നിങ്ങൾ സ്വയം ഒരു പ്ലാൻ ഉണ്ടാക്കിക്കോളുക. ഞാൻ എത്ര മണിക്കൂർ എനിക്ക് മാറ്റി വെക്കാനായിട്ട് പറ്റും, എത്ര മണിക്കൂർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ട് ഈ ഒരു പരീക്ഷ വിജയിക്കാനായിട്ട് പറ്റുമെന്ന് നിങ്ങൾ തന്നെ ഇന്ന് ദിവസം തന്നെ ഈ ഒരു വീഡിയോ കാണുന്ന മൊമെന്റിൽ തന്നെ പ്ലാൻ റെഡിയാക്കിക്കൊണ്ട് സ്റ്റാർട്ട് ചെയ്തോടാ. സമയമില്ല. കണ്ണടച്ച് തുറക്കുമ്പോൾ പരീക്ഷ ഇതാ എത്തിക്കഴിഞ്ഞു. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. എപ്പോഴും പഠനം എന്ന് പറയുന്നത് ഒരു എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, ഒരു ബേർഡൻ ആയിട്ട് കാണരുത്. പഠനം നിങ്ങൾ അറിവ് മനസ്സിലാക്കുന്ന ഒരു പ്രോസസ് ആയിട്ട് എടുക്കുക. എക്സാമിനേഷൻ എങ്ങനെ ക്രാക്ക് ചെയ്തെടുക്കാം എന്ന ചിന്ത മാത്രം നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ മതി. മറ്റു ചിന്തകളിലേക്ക് ഒന്നും പോകണ്ട. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.
ബൈ.